ഗുഡ് മോർണിംഗ് ഫ്രം കേരള, ഫ്രം നാട്. അങ്ങനെ നാട്ടിലെത്തി. ഇതേ സെക്കൻഡ് ഡേ. ഇന്നലെ നാട്ടിലെത്തി. ഇന്നലെ ഫുള്ള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലെ ഫുള്ള് അമ്പലത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ കേട്ടോ. പ്രകൃതി ഭംഗി ആസ്വദിച്ച് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഭംഗി മാത്രമല്ല, സൗണ്ടുകൾ, ശബ്ദങ്ങൾ അല്ലേ? അതിനുവേണ്ടി ഞങ്ങൾ രണ്ടുപേരും നേരത്തെ എണീക്കും. ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ആലസ്യത്തിലിരിക്കും. നമുക്കിവിടെ ഇന്നലെ കുറേ ചക്കയും മാങ്ങയൊക്കെ കഴിച്ചു. ഇന്ന് നമുക്ക് ചക്കയും മാങ്ങയൊക്കെ പെറുക്കാൻ പോവാം. ഒരു ചാക്ക് മാങ്ങ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്കിങ്ങനെ അച്ഛനെ വെയിറ്റ് ചെയ്യാണ്. അച്ഛനാണ് മാങ്ങ പെറുക്കുന്ന ആള്. എൻ്റെ ശബ്ദം ഇങ്ങനെ പോയിരിക്കും കേട്ടോ. അതൊന്നും ശരിയാവും. രാവിലെ ആകുമ്പോഴേ ശബ്ദം ഒന്ന് പോയ പോലെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഒരു ബക്കറ്റ് ഇന്നിപ്പോ 3 കിട്ടിയത് കഴിഞ്ഞു. നല്ല മാങ്ങ, നല്ല മധുരം, നല്ലതായിട്ടുള്ളത് ഒരു ബക്കറ്റ് കിട്ടുന്നതാണ്. അതേ സമയത്ത് ഇപ്പോൾ 3 കിട്ടിയത്. ഇതെല്ലാ കൊല്ലം ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. പക്ഷേ ഇടവിട്ട് കൊല്ലങ്ങളിലാണ് കൂടുതൽ മാങ്ങ ഉണ്ടാവുക എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഒരു കൊല്ലം നല്ലോണം ഉണ്ടായാൽ അടുത്ത കൊല്ലം മാങ്ങയും ചക്കയും അധികം ഉണ്ടാവാറില്ല. പക്ഷേ എന്നാലും നമുക്ക് വീട്ടിലേക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരുവിധം എല്ലാവരും ആ നാട്ടിലുള്ളവരൊക്കെ ഈ മാങ്ങ കഴിച്ച് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് ദിവസമായിട്ട് ഇത് നിറയെ മാങ്ങ തന്നെയായിരുന്നു. അപ്പോൾ അമ്പലത്തേക്കായാലും ഒക്കെ. പിന്നെ നാട്ടിലുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ നമ്മളെപ്പോലുള്ളവർ അത്ര ക്രേസ് ഉണ്ടാവില്ല കേട്ടോ. കാരണം അവരെപ്പോഴും ഇങ്ങനെ കിട്ടി ഇങ്ങോട്ട് മടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. പിന്നെ എനിക്കിപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും എനിക്കിതൊരിക്കലും മടുക്കില്ല. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാവില്ല. അപ്പോൾ അതുപോലെ എനിക്ക് മാങ്ങയും ചക്കയൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാങ്ങ എടുക്കുമ്പോഴൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ചെയ്യണം. അതേപോലെ തന്നെ നന്നായി കഴുകിയിട്ടൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൊത്തിയത് അങ്ങനത്തെ ഒന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇതിപ്പോ ഒരു ലോഡുണ്ട് ഇവിടെ. അല്ല, എന്താ ജസ്റ്റ് പെറുക്കിയിട്ടേ ഉള്ളൂ. ഇനി അവിടെ ഒരുപാടുണ്ട് താഴെ കിടക്കണം. പിന്നെ ഇത് വലിയ ബക്കറ്റായിട്ട് വരണച്ചാ. പലതരത്തിലുള്ള മാങ്ങ ഉണ്ട്. മൂവാണ്ടൻ മാങ്ങ, മുട്ടിക്കുടിയൻ മാങ്ങ, നീലൻ മാങ്ങ, അങ്ങനെ പല മാങ്ങകൾ. അധികവും ചിലത് കൂട്ടാൻ വെക്കാൻ പറ്റുന്ന, ചിലത് നമുക്കിങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റുന്ന. ഇതാണ് അതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നീലൻ മാങ്ങ. ഈ മാങ്ങയുടെ പ്രത്യേകിച്ച് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുണ്ടല്ലോ, തേനാണ്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് തേൻ കഴിക്കണ പോലുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ. അതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ ചുരുങ്ങിയത് ഒരു 15-20 ദിവസമായി. ദിവസം ഓരോ ചാക്ക് കിട്ടും. ഇവിടെ അടുത്ത അമ്പലങ്ങളിലെ വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ ഇവിടുന്ന് ഓരോ ചാക്ക് 2 ചാക്ക് കണ്ട് മാങ്ങ പറക്കി കൊണ്ടുപോയിട്ട് കൂട്ടാൻ വെക്കും. എന്തായാലും ഭാഗ്യമുണ്ടായി ഞങ്ങൾക്ക് കഴിക്കാൻ ഭാഗ്യമുണ്ടായി. ഇപ്പോഴും ധാരാളം പേർക്ക് എടുക്കണു. ഇപ്പൊ ആൾക്കാർക്ക് മടുത്തു. അതെ, ഇപ്പൊ ആൾക്കാർക്ക് മാങ്ങ കൊണ്ട് വെച്ചപ്പോ അത് മാത്രം വേണ്ട, വേറെ ഒരു തരും. അപ്പം നമ്മളിതേ പറമ്പ് പോയി മാങ്ങയൊക്കെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയെ കൊതുകടിച്ചൊരു ഇതാവും. അത് മാത്രമേ ഉള്ള പ്രശ്നം. എനിക്കതിന് കൊതുവിൻ്റെ പക നല്ലോണം കിട്ടുന്നുണ്ടോ. ഫുൾ കൊതുവിൻ്റെ പകയായി. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്നു. അമ്മക്കുട്ടി അമ്പലത്തിൽ നിന്ന് എത്തി. അമ്മ അമ്പലത്തിൽ ഞാൻ പോയി കുളിക്കട്ടെ. പറ കൊണ്ടുവരാൻ മറന്നു. പറ ഇന്നലെ അമ്പലത്തിൽ നിന്ന്. ശരി. അച്ഛനവിടെ അച്ഛനായിട്ടുള്ള ഷൂട്ടിംഗ് പരിപാടികളാണ്. ഓ, എത്ര അടിപൊളി. അപ്പം ഞാൻ ഊഞ്ഞാലടി കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാനൊന്ന് പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഇപ്പം രാവിലത്തെ മാങ്ങ വറുക്കലും ചക്കപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് റെഡിയായി വന്നു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആ ഇവൻറ്റിന് പോയ അന്ന് ആ സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഇട്ടിട്ടുള്ള 2 ദിവസമായിട്ടുള്ള മുടിയുടെ കോലൊക്കെ കാരണം
മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി കുറച്ചധികം നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ നല്ല ചൂടാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബോംബെയിൽ ഇപ്പോൾ 2-3 ദിവസം മഴ പെയ്ത കാരണം കുറച്ചൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയ കാരണം നമ്മൾ എന്തായാലും സ്കിൻ കെയറും പരിപാടിയൊന്നും ചെയ്യാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഹെയറിൻ്റെ ഒന്ന് ചെയ്തു, ഇനി സ്കിന്നിൻ്റെയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. സോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു 1 പ്രോഡക്റ്റ് ടു ബ്രൈറ്റൻ ആൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൺസ്ക്രീൻ ആണ്. അപ്പോൾ പ്യൂർ ഒറിജിൻ്റെ ഈ കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ സ്ക്രീൻ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. ഇത് നോൺ സ്റ്റിക്കിയാണ്, ലൈറ്റ് വെയിറ്റ് ഫോമിലാണ്, SPF 50 PA 4++ ആണ്. ഇത് 0 വൈറ്റ് കാസ്റ്റും കൂടിയാണ് കേട്ടോ. ഇത് ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്നത് കൊറിയൻ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ യൂസു ലെമണും കൂടിയിട്ടാണ്. അതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഡാർക്ക് സ്പോട്സിനെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റ് ആൻഡ് ഗ്ലോ സ്കിന്നും ഈവൻ സ്കിൻ ടോൺ ഡെലിവറി ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇത് കൊളാജൻ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഫ്രീ റാഡിക്കൽസിനെ കോമ്പാക്ട് ചെയ്യാനും ഒരു സ്പോട്ട് ഫ്രീ ബ്രൈറ്റർ സ്കിന്നിനെ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്വപ്ന 2025 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 15% വരെ ഓഫ് ഉണ്ട് pureorigin.in കേട്ടോ. അത് മാത്രമല്ല ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും പേർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി വേഗം പോയി ഭക്ഷണം ആയിക്കട്ടെ. മാങ്ങ കഴിഞ്ഞു, ഇനി ചക്കടാനുള്ള പരിപാടിയാണ്. ഇനി ചക്കട പ്രോഗ്രാമാണ്. ഇല്ല, അതാ കിണറ്റിക്ക് വെള്ളം. അപ്പം അച്ഛൻ ചക്ക ഇടാൻ പോവാണ്. ചക്ക ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വെട്ടി കൈ പിടിക്കാം, അത്രയും താഴ്ത്താണ് കേട്ടോ നിൽക്കുന്നത്. ഇത് തേൻവരിക്ക ചക്കയാണ്. നമുക്ക് ഇപ്രാവശ്യം ചക്ക 2-3 പ്രാവശ്യമായിട്ട് 2 വീട്ടിൽ നിന്നും നമുക്ക് പഴുത്തതല്ല, പച്ച ചക്ക വറുത്തത് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് മുംബൈയിലേക്ക് പാഴ്സൽ വന്നതുകൊണ്ട് ആ ഒരു ക്രേവിങ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ചക്ക നമ്മൾ മൂത്തില്ലേന്ന് നമുക്ക് അറിയാൻ ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊരു വഴിയുണ്ട്. സാധാരണ എല്ലാ ചക്കയും ഇപ്പൊ കാണുമ്പോൾ മൂത്തമായി തോന്നില്ല. ചക്ക മൂത്തതാണോ മൂത്തതല്ലേ എന്നുള്ളത് അറിയാൻ പുറത്തുനിന്നുള്ള വഴി ഇതിന്റെ മുള്ളുണ്ടല്ലോ, ഈ മുള്ള് നല്ല പരന്നിരിക്കും. ഇതേപോലെ ഇതെല്ലാം പരന്നിരുന്നാൽ അത് മൂത്തതാണ് ഒരു ലക്ഷണം. പക്ഷെ മൂക്കാത്തേനെ ഇതിന് മുള്ളൊക്കെ അടുത്തടുത്തായിട്ടായിരിക്കുക. അത് വിടർന്നിട്ട് നല്ല. പിന്നെ ഈ രണ്ടാമത്തെ പ്രശ്നം, ചക്ക വെട്ടിയതിന് ശേഷം ഈ മുളഞ്ഞുണ്ടല്ലോ, ഈ മുളഞ്ഞ് തുള്ളിയായിട്ട് വെള്ളമായിട്ട് ചാടണം. അപ്പോ അത് മൂത്തതാണ്. കട്ടയായിട്ട് ചാടി കഴിഞ്ഞാൽ മൂത്തതല്ല. അപ്പൊ ഇതിപ്പോ വെള്ളമായിട്ടാണ് ചാടുന്നത്. കണ്ടോ ചക്ക ഞാൻ ഉള്ളിൽ നോക്കിയാൽ അറിയില്ല എങ്ങനെയുണ്ട്. പല പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, തുറക്കുമ്പോ അറിയാം ഈ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ഇത് ശരിക്കും മൂത്ത ചക്കയാണ്. ആ മൂത്ത ചക്കയ്ക്ക് ഇങ്ങനത്തെ കളർ ഇല്ലെങ്കിൽ വെള്ളേ വരുള്ളൂ. മൂക്കാത്തേന് വെള്ള കളറാവും. അത് ഈ കളറ് കാണുന്നത് എന്താ വെച്ചാൽ മണാലേ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് മുളഞ്ഞുണ്ടായിരുന്നു. ഇത് എടുക്കാനായിട്ട് ഇപ്പൊ ഇന്നലെ ഒന്ന് ശരിയാക്കി അത് തുടക്കലുണ്ടായില്ല. നമ്മളിപ്പോ ചക്കിട്ടില്ലേ, ഇത് വരിക്കച്ചക്ക. വരിക്കച്ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദമാതിരി നമുക്ക് നമ്മളെ പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ നല്ല സുഖമുള്ള ചക്കയാണ് വരിക്കച്ചക്ക. അതിന്റെ പേരാണ് വരിക്കച്ചക്ക. ഇനി ചക്ക 2 തരമുണ്ട്. ഒന്ന് വരിക്കച്ചക്ക, ഒന്ന് പഴച്ചക്ക കാണിച്ചു തരാം. അപ്പോൾ അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും കുറേ ഇങ്ങനെ സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര ലെക്ചറായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നാട്ടിലാണ് ജനിച്ചു വളർന്നെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം അച്ഛൻ പറയുമ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്. നമ്മൾ ചക്കയും മാങ്ങയും കഴിക്കും എന്നല്ലാതെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ, നമ്മൾ അങ്ങനെയൊക്കെ പ്ലാവും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ഏതാണ് സംഭവം എന്നൊക്കെ എങ്ങനെ അറിയാം എന്നുള്ളതൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. ഇന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വിവരം ഇപ്പൊ കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാർ ഇഷ്ടപ്പെടില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ 100 കൂടുതലാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണ്. വറുക്കാൻ നമ്പർ 1 ഇത്. ബോംബെക്കൊക്കെ വറുത്ത് കൊടുത്തയച്ചില്ലേ, അത് ഇതിന്റെ മൂത്ത ചക്കയാണ് വറുത്ത് കൊടുത്തയച്ചത്. അപ്പം ഞാനും രംഷേട്ടനും ഒന്നും ഈ പഴച്ചക്ക ഫാനല്ല കേട്ടോ. ഞങ്ങൾ തേൻവരിക്ക ചക്കയുടെ ഫാൻസാണ്. പറഞ്ഞ പോലെ വറക്കണത് പഴച്ചക്കയാണ് എന്നുള്ളത്, നന്നാവുക എന്നുള്ളത് എനിക്കിപ്പോഴാണ് ഈ ഒരു അറിവ് കിട്ടിയത്. പക്ഷേ ഇത് വരട്ടാനൊക്കെ കുറച്ചും കൂടെ നല്ലതാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചക്ക വരട്ടിയത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയ കാരണം നല്ലോണം ഈ ഒരു കാലത്താണല്ലോ നമ്മൾ ചക്ക വരട്ടിയതും കാര്യങ്ങളൊക്കെ വിൽക്കുക. അപ്പോൾ അച്ഛനതൊക്കെ പറഞ്ഞതേ നല്ല തേൻവരിക്ക ചക്ക നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുറിക്കുന്നുണ്ട്. ഇത് പഴുത്തത് സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് പഴുത്ത ചക്ക കഴിക്കാൻ പോകണത് കേട്ടോ. ഇതുവരെ നമ്മൾ പഴുത്ത ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചക്ക വറുത്തത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന കാലം മുതലേ പൂച്ച ഉണ്ട് കേട്ടോ. ഇവിടെ വളർത്തണമെന്നല്ല, പക്ഷേ ഇവിടെ വളരുന്ന പോലെ തന്നെയാണ്. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എന്നും ഉണ്ടാവും കേട്ടോ. ഈ ഒരു 17 വർഷമായിട്ടും ഞാൻ ഈ പൂച്ചേനെ കാണുന്നതാണ്. അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇവിടെ ഇങ്ങനെ വെറുതെ വന്ന് കയറുന്ന പൂച്ചയാണെങ്കിൽ അമ്മമ്മ പാല് കൊടുക്കും, പിന്നെ അത് പോവോ? അത് പോവില്ല, അതിവിടെ പെറ്റ് കിടക്കും. അങ്ങനെ എന്നും ഒരു 2 പൂച്ച ഉണ്ടാവും. എനിക്കാണെങ്കിൽ പൂച്ചേനെ ഭയങ്കര പേടിയാണ് കേട്ടോ. അതാണ് എനിക്കും മിത്തുനും, ഞങ്ങൾ ഫുൾ ടൈം അലറലാണ്, ചേറിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുക എന്നുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇത് പല ദിവസങ്ങളിലായിട്ട് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴേ ശ്രദ്ധിച്ച് പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള കുറേ വീഡിയോസ് കൂടെ മിക്സ് ചെയ്തിട്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ വന്ന് കഴിഞ്ഞ് ഒരു 2-3 ഡേയ്സ് നമ്മൾ ഇങ്ങനെ ഒരു റെസ്റ്റ് മോഡിലായിരുന്നു. പിന്നെ ശബരിമലയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. കാരണം ആദ്യത്തെ ഒരു 3 ദിവസം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് എനിക്കൊരു ഫുൾ ഡേ വ്ളോഗായിട്ടൊന്നും എനിക്ക് ഓരോ ദിവസത്തെ ആയിട്ടൊന്നും എടുക്കാൻ പറ്റാത്ത കാരണം ഒരു 3 ദിവസത്തെ വ്ളോഗ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നത്. അത് പല സമയങ്ങളിലായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ. അത് ഏത് ദിവസം ഏത് സമയം എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. രാവിലെ ചിലപ്പോൾ വേറെ ദിവസത്തെയാവും, ഉച്ചയ്ക്ക് ചിലപ്പോൾ വേറെ ദിവസത്തെയാവും, വൈകിട്ട് ചിലപ്പോൾ വേറെ ദിവസത്തെയാവും, രാത്രി ചിലപ്പോൾ വേറെ ദിവസത്തെയാവും. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യണത് കേട്ടോ. കാരണം ഒരു 3-4 ദിവസം നമ്മളങ്ങനെ വീട്ടിലിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഈവനിങ്ങിൽ ഏതോ ഒരു ദിവസത്തെ ഈവനിങ്ങിൽ നമ്മൾ പുറത്തുനിന്ന് പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചതേ ഉമ്മർത്തിങ്ങനെ ഇരുന്ന് വർത്താനം പറയാം. ഇതാണല്ലോ നാട്ടിലെ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്ന സമയത്തൊന്നും അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചൂട് തന്നെയായിരുന്നു ആദ്യത്തെ 1-2 ദിവസം. അപ്പോൾ അധികം പുറത്ത് തന്നെയായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചൊരു സുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മിത്തുക്കുട്ടി ഇതേ പ്രതുവിനെ വിളിക്കുകയാണ് എണീക്കാൻ പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മിത്തുവിന് അവിടെ എപ്പോഴും ഊഞ്ഞാലുണ്ടാവും കേട്ടോ. കാരണം അതൊരു പെർമനൻറ്റ് സംഭവമാണ്. അപ്പം മിത്തു ഇരുന്നപ്പോഴേക്കും അതൊന്ന് താഴ്ന്ന് ശരിക്കും ആടാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഉയർത്തി കെട്ടേണ്ട ശ്രമത്തിലാണ് അവിടെ എല്ലാവരും. ഊഞ്ഞാൽ മിത്തു ആണെങ്കിലും ഞാനാണെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഊഞ്ഞാലാടും, വൈകിട്ട് ഊഞ്ഞാലാടും. അപ്പോൾ അതൊന്ന് ഉയർത്തി കെട്ടേണ്ട ഒരു ചെറിയൊരു തത്രപ്പാടിലാണ്. നല്ല മണമുള്ള മാങ്ങ. ഈ മാങ്ങയ്ക്ക് നല്ല മണ. ഈ ലോകത്തുള്ള 70% ട്രീസ് ഇവിടെ തന്നെയല്ല. നമ്മൾ മാങ്ങ കഴിക്കോ മാങ്ങ കഴിക്കാതിരിക്കോ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ കറക്റ്റ് സമയമായി കഴിഞ്ഞാൽ അമ്മമ്മ ആ ഉമ്മർത്ത് നിന്ന് പോയി മേലൊക്കെ കഴുകി വിളക്ക് കൊളുത്തി. ഇതേ അമ്മമ്മ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിന്ന്, അതും സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകുന്നതാണ്. നല്ല മണം. ആർക്കും വേണ്ട, അത്ര ഇനി മുറിക്കണ്ട. ചിലപ്പോ കഴിച്ചാ കഴിക്കുമല്ലോ. ആർക്കും വേണ്ട പറഞ്ഞു. വേണ്ടേ നോക്ക ഒരു വെള്ളം നോക്കടാ, ചോടേ തിന്നു. അങ്ങനെ മാങ്ങ ഒരുവിധം അടിച്ചു കയറ്റി. ഇനി അടുത്തത് ചക്ക എന്ന് പറഞ്ഞ പോലെ അതെ ചക്കപ്പാത്രമായിട്ട് പോവുകയാണ് കേട്ടോ. പക്ഷെ കഴിക്കാൻ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാരും മാങ്ങ പിന്നെയും നീലൻ മാങ്ങയൊക്കെ ആണെങ്കിൽ എല്ലാവരും കഴിക്കും. പക്ഷെ ചക്ക ആർക്കും അത്ര വലിയ പ്രിയമൊന്നുമില്ല. 1-2 എടുത്താലായി കേട്ടോ. മിത്തുക്കുട്ടി മുംബൈയിൽ ഹായ് ചക്ക കഴിക്കണം എന്നൊക്കെ പറയും. ചില ഇവിടെ വന്ന 2 ദിവസം 2 ചുള കഴിച്ചപ്പോഴേക്കും അയ്യോ മടുത്ത്, ഇനി ചക്ക ഇന്ന് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ചക്ക മാങ്ങ ഇതിൻ്റെയൊക്കെ ആൾ ഞാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ക്രേസാണ്, എനിക്ക് ഭയങ്കര ക്രേവിങ് ആണ് ഈ വക സാധനങ്ങളൊക്കെ. പണ്ടൊക്കെ നമ്മൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ നാട്ടിൽ പോകുമ്പോഴേ പണ്ട് ഈ ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല. കുറേ കുട്ടികളും കുറേ കസിൻസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വിശപ്പ് മാറാൻ നമ്മൾ ആലോചിക്കുക പോലും ഇല്ല അല്ലേ ബേക്കറി ഒന്നും. നമ്മളെപ്പോഴും ഈ ചക്കയും മാങ്ങയൊക്കെ ഇരുന്ന് കഴിച്ചിട്ടല്ലേ നമ്മുടെ വിശപ്പൊക്കെ മാറ്റിയിരുന്ന. അതിന് ഇനി ചെയ്തിട്ടുണ്ടെങ്കിലോ അപ്പൊ പറയണം, എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ തന്നെ വീഡിയോ എടുക്കാറുണ്ട്. വൈകിട്ടൊരു 4 മണിക്ക് ചായ സമയത്ത് നമ്മൾ ഉമ്മറത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അമ്മമ്മ അതേ അമ്മമ്മയുടെ പ്രാർത്ഥന കഴിയാറായി. ഇപ്പോഴും നമ്മൾ പുറത്ത് തന്നെയാണ്. രാത്രിയായി ഇപ്പോഴും ആരും ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു മാസത്തേക്കുള്ള ചക്കയും മാങ്ങടിയും ഇത് മൊത്തം ഇന്നൊരു ദിവസം കഴിച്ച് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ തന്നെയാണ് കേട്ടോ അവിടെ മൊത്തം കഴിച്ചത്. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേക്കും ചക്ക പോലെ ആവും എന്നാണ് എനിക്ക് ഏകദേശം തോന്നുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. നാട്ടിലേക്ക് എത്ര മെലിഞ്ഞ് വന്നാലും ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും നന്നായിട്ട് തടിക്കും കേട്ടോ. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ചക്ക മാങ്ങ സംഭവങ്ങൾ. ഇത് എനിക്ക് അത്ര ഇഷ്ടമുള്ളത് കണ്ടോ. ഒരു വിധം നമ്മൾ യുദ്ധം കഴിഞ്ഞിട്ടുള്ള ചക്കക്കുരുവാണ്. എനിക്ക് ചക്കക്കുരുവിൻ്റെ ഉപ്പേരിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി കുറച്ച് നേരം നടക്കാം എന്ന് പറഞ്ഞതേ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ചക്ക ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. പിന്നെ ഇത്രയും
ഷുഗർ ഐറ്റംസ് ഒന്നും ഇന്നും കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. പിന്നെ പണ്ട് നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ വെക്കേഷൻ്റെ സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഫുഡ്. അന്നൊക്കെ ആരാണ് ഇത്രയും കുട്ടികൾക്കൊന്നും ഇപ്പോഴത്തെ പോലെ ഇതാ 2-3 കുട്ടികളൊന്നുമല്ല. അന്ന് ഞങ്ങൾ കസിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10, 15, 20 കുട്ടികളുണ്ടാവും. പിന്നെ വീട് മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ എത്ര പേരുണ്ടാവും എന്ന് എനിക്ക് എണ്ണി നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത്രയും പേര് കൂടിയിട്ട് എന്ത് രസമായിട്ടാണ് പറയുക. ഞങ്ങളിങ്ങനെ കുട്ടിപ്പര വെച്ചിട്ടും അങ്ങനെയൊക്കെ കുറേ കളികളൊക്കെ കളിച്ചിട്ടും അതൊക്കെ എല്ലാ പ്രാവശ്യവും നമുക്കിങ്ങനെ നൊസ്റ്റാൾജിയ പോലെ നാട്ടിലേക്ക് പോകുമ്പോൾ വരും. ഇപ്പോൾ അവരൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ശരിക്കും ഒരു വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചക്കയും മാങ്ങയാണ് എനിക്കാകെ ഇതിൽ നിന്നും ഒരു നൊസ്റ്റാൾജിക്കായിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ മിത്തുക്കുട്ടിക്ക് നാട്ടിൽ വരുമ്പോഴാണ് ഈ മിത്തുക്കുട്ടിയുടെ മലയാളം എന്താ പറയുക ഒന്ന് പൊടി തട്ടിയെടുക്കുന്നത്. മിത്തു 1ാം ക്ലാസ്സിൽ UKG 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ എന്തായാലും മലയാളം പഠിച്ചിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷെ അവളത് മറന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരുമ്പോൾ അതൊന്ന് പൊടി തട്ടിയെടുത്ത് നമ്മൾ എഴുതാനും വായിക്കാനും അറിയുമെന്ന് പറഞ്ഞെങ്കിലും വായിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ ചിലവരത് പറയുമ്പോൾ ചിലപ്പോൾ എഴുതാൻ അറിയാത്ത ആൾക്ക് ഇങ്ങനെ വായിക്കാൻ അറിയാമെന്ന് തോന്നാം. പക്ഷെ അതങ്ങനെയല്ല, വായിക്കുമ്പോൾ നമുക്ക് ആ അക്ഷരങ്ങൾ ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ള, അപ്പോൾ കുറച്ചും കൂടെ നമുക്കത് റിലേറ്റ് ചെയ്തിട്ട് നമുക്കത് വായിക്കാൻ പറ്റും. എഴുതുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും മിത്തു അത് മറക്കാതിരിക്കുന്നത് ഈ എല്ലാ കൊല്ലവും നാട്ടിലേക്ക് വരുമ്പോൾ അവളിതുപോലെ എഴുതും. ആദ്യം നമ്മുടെ പേരൊക്കെ വെച്ച് എഴുതി പിന്നെ വൻ സംഭവങ്ങളായിരിക്കും. നമ്മളോട് ഓരോരുത്തരോട് അവരുടെ പേര് പറയാൻ പറഞ്ഞിട്ട് ഈ ചില്ലക്ഷരം കൂട്ടക്ഷരമൊക്കെയാണ് പ്രശ്നം. നോർമൽ സംഭവങ്ങളൊക്കെ സുഖമായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ ആദ്യം പേരുകളൊക്കെ എഴുതി പിന്നെ കണ്ടോ പിന്നെ വലിയ സംഭവമാണ്. പിന്നെ ഘടോൽക്കജൻ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുവരെയൊക്കെ എങ്ങനെയാണ് ഏകദേശം ചില്ലക്ഷരം കൂട്ടക്ഷരമൊക്കെ എഴുതുക എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി പറഞ്ഞിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും കുട്ടികൾ മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്ന് നിർബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അങ്ങനെ ഒരു ആവശ്യം വരെ. പക്ഷേ എനിക്ക് എന്തായാലും അത് മിത്തു പഠിക്കണം എന്ന് നിർബന്ധമായതുകൊണ്ട് ചെയ്തു. ഇത് വേറൊരു ദിവസം ആണ്. വേറൊരു ദിവസത്തെ വ്ളോഗിൻ്റെ ഒരു ഈവനിങ് ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സിനിമ കാണാൻ പോവാണ്. നമ്മൾ ഭയങ്കര ഞാനും രമേശേട്ടനും ഭയങ്കര സിനിമ ക്രേസുള്ള ആളുകളാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല സിനിമകൾ വന്നാലും അത് തിയേറ്ററിൽ പോയി കാണാറുണ്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 3-4 സിനിമയെങ്കിലും നമ്മൾ കാണാറുണ്ട്. സാധാരണ ദിവസം നമ്മൾ നാട്ടിൽ വന്ന അന്നത്തെ ദിവസം തന്നെയാണ് കാണാറ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ കണ്ടത്. വളാഞ്ചേരി കാർത്തികയിലുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ദിലീപിൻ്റെ ഫിലിമാണ് കേട്ടോ കാണുക. ആ സമയത്ത് അതാണ് കുറച്ച് നല്ലതെന്ന് തോന്നി. വേറെ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള സിനിമയൊക്കെ നമ്മൾ മുംബൈയിൽ നിന്ന് കണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഈ സിനിമ കാണാം എന്നുള്ളത്. പ്രിൻസ് ആൻഡ് ഫാമിലി കുഴപ്പമില്ല, നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കണ്ടിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ഒരു സമയത്ത് ഇപ്പോൾ വേറെ സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആർക്കും അയ്യേന്ന് പറഞ്ഞ് ബോറടിച്ച് എണീറ്റ് പോകുന്നില്ല. പക്ഷേ ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി ഒരുപാട് ലേറ്റായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വെജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പനീറും ഗോബി മഞ്ചൂരിയനൊക്കെ ആയിരുന്നു. കുട്ടികൾ ബട്ടർ നാനൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്യുക. കാരണം എനിക്ക് നാനും ഇങ്ങനത്തെ പൊതുവേ എനിക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്കത് മുംബൈയിലത്തെ ഒരു ടേസ്റ്റ് ഇവിടെ ഫീൽ ചെയ്യാറില്ല. പിന്നെ നാട്ടിൽ വന്നാൽ എനിക്കെപ്പോഴും നാടൻ പൊറോട്ടയും പത്തിരിയും, ഞാൻ അതിൻ്റെ ഫാനാണ്. ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ പൊറോട്ടയുടെ ടേസ്റ്റ് മുംബൈയിൽ ഒരിക്കലും കിട്ടാറില്ല. അതിനിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടുത്തെ പൊറോട്ട ഒരു അനദർ ലെവൽ പൊറോട്ടയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ കൂടുതൽ കോമ്പിനേഷൻസൊക്കെ തൽക്കാലം നമുക്കിപ്പോൾ വെജ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഒരു 3-4 ദിവസത്തെ ഒരു അവിയൽ പരിവം വ്ളോഗാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊക്കെ ഓരോ ദിവസം ഓരോ സമയത്തായിട്ട് എടുത്തതാണ്. പറഞ്ഞ പോലെ ഒരു 3-4 ഡേയ്സിൻ്റെ ഒരു വ്ളോഗ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യത്തെ നാട്ടിലെ വ്ളോഗ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ബാക്കി ശബരിമല വിശേഷങ്ങളും അവിടേക്ക് പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.